മമതാ ബാനർജി കോൺഗ്രസുമായി അനുനയത്തിലെത്താനുള്ള സാധ്യതയില്ലാതാകുന്നു. ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം തൃണമൂൽ കോൺഗ്രസ് മാറ്റില്ലെന്നാണ് സൂചന. ഭാരത് ജോഡോ ന്യായയാത്രയെക്കുറിച്ചടക്കം കോൺഗ്രസ് തന്നെ അറിയിച്ചില്ലെന്നാണ് മമതയുടെ പരാതി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ബംഗാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച തന്നെ ഉണ്ടായെന്നാണ് വിലയിരുത്തൽ. അതേസമയം കോൺഗ്രസ് ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മമതയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മല്ലികാർജുൻ ഖാർഗെ അടക്കം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളൊന്നും മമതയെ ചൊടിപ്പിക്കുന്ന പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല. മമതയും തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക ഭാഗമാണെന്ന് ജയറാം രമേശ്, രാഹുൽ ഗാന്ധി എന്നിവരെല്ലാം പരസ്യമായി പറയുകയും ചെയ്തു. തൃണമൂൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ സ്വാഗതം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം താൻ നടത്തിയ വിദേശി പരാമർശത്തിൽ അധിർ രഞ്ജൻ ചൗധരി ക്ഷമാപണവും നടത്തിയതോടെ പ്രശ്നങ്ങൾക്ക് അവസാനമായതായും കരുതിയിരുന്നു. എന്നാൽ കോൺഗ്രസുമായി സഖ്യകാര്യത്തിൽ മമത അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. 2 സീറ്റിൽ കൂടുതൽ സീറ്റുകൾ നൽകാൻ മമതയ്ക്ക് താൽപ്പര്യമില്ല. രാഹുൽ മുതൽ ജയറാം രമേശ് വരെയുള്ളവർ മാധ്യമങ്ങൾ വഴി മമതയുമായി അനുനയം പ്രഖ്യാപിച്ചെങ്കിലും മമത വഴങ്ങിയിട്ടില്ല. ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമാകാനും അവർ വിസമ്മതിച്ചിരിക്കുകയാണ്. മമത സഖ്യകാര്യം തീർത്തും ഉപേക്ഷിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ട ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകാൻ തൃണമൂലിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായുള്ള സഖ്യകാര്യത്തിൽ പുനഃപരിശോധന ഉണ്ടാവില്ലെന്ന് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തു. ബംഗാളിലെ സഖ്യം അവസാനിച്ചതാണെന്നും തൃണമൂൽ വൃത്തങ്ങൾ പ്രതികരിച്ചു. വെള്ളിയാഴ്ചയാണ് മല്ലികാർജുൻ ഖാർഗെ മമതയുമായി സംസാരിച്ചതെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഖാർഗെയുമായി സംസാരിച്ചിട്ടില്ലെന്നാണ് തൃണമൂൽ വൃത്തങ്ങൾ നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം മമതയ്ക്ക് അപകടം സംഭവിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ വിളിച്ചതെന്നാണ് സൂചന. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മമതയുടെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ച് മെസ്സേജ് അയച്ചിരുന്നു. എന്നാൽ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് തൃണമൂൽ നേതാക്കൾ നൽകുന്ന സൂചന. 3 സീറ്റ് വരെ തൃണമൂൽ കോൺഗ്രസിന് നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ കോൺഗ്രസ് 10 സീറ്റുകളാണ് ചോദിച്ചത്. ഇതാണ് മമതയെ ചൊടിപ്പിച്ചത്. അതേസമയം നിതീഷ് കുമാർ കൂറുമാറുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ കൺവീനറാക്കുന്നത് മമത എതിർത്തതെന്നും തൃണമൂൽ നേതാക്കൾ പറഞ്ഞു.